സോളോ റാങ്ക്ഡ് BR ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ എന്താണ് പ്ലെയിനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ഇറങ്ങിയത് നമ്മുടെ ട്വിൻ ബ്രിഡ്ജിലാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് എൻ്റെ ഫേവറേറ്റ് നെക്സ്റ്റ് എറയിൽ ട്വിൻ ബ്രിഡ്ജാണ്. അപ്പോൾ എപ്പോഴും ഞാൻ അവിടെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു കിങ് ഫിഷർ അല്ലേ, കിങ് ഫിഷർ കിട്ടി. പിന്നെ ഞാൻ ഇവിടെ ഒരു എനിമി ഉണ്ട്, മറ്റേ ട്വിൻ ബ്രിഡ്ജിൻ്റെ അകത്തൊരു എനിമി ഉണ്ടായിരുന്നു. പിന്നെ ഒരു AUG കിട്ടി, AUG കണ്ണ് കിട്ടി. പിന്നെ മറ്റേ ഇപ്പോൾ അപ്പുറത്തെ അപ്ഡേഷനിൽ വന്ന എന്തോ ലൂട്ട് എടുക്കുന്ന ഒരു ബാഗ് ഉണ്ടല്ലോ, ആ ബാഗും കിട്ടി. അത് വെച്ച് ഞാൻ താഴോട്ട് പോയി, അത് ഷീൽഡ് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി, എന്തൊക്കെയോ സാധനങ്ങൾ കിട്ടി. പേരൊന്നും അറിഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തൊക്കെയോ കാണിച്ച് അതിൻ്റെ അടുത്ത് കുടുങ്ങിപ്പോയി. പിന്നെ എനിക്ക് മറ്റേ ലെവൽ 2യുടെ ബാഗ് കിട്ടി. അതെടുത്തുകൊണ്ട് ഞാൻ ഇനി അടുത്ത വീട്ടിൽ പോയിട്ട് അവിടെ എങ്ങനെയോ പറയുന്നൊരു മാക്ടൻ കിട്ടി. നിങ്ങളുടെ ഫേവറേറ്റ് ഗണ്ണ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഗണ്ണ് മാക്ടൻ ആണ്. അപ്പോൾ മാക്ടൺ ഞാൻ എടുത്തു. ഇപ്പോൾ ഞാൻ അധികം മാക്ടൺ വെച്ച് കളിക്കാറില്ല. ഇപ്പോൾ ഞാൻ വല്ലപ്പോഴുമൊക്കെ AK വെച്ച് കളിക്കും, പിന്നെ വല്ലപ്പോഴുമൊക്കെ മാക്ടൺ വെച്ച് കളിക്കും. അപ്പോൾ എൻ്റെ ഇഷ്ടപ്പെട്ട ഗണ്ണാണ് ഈ പൊട്ടാസ് ഗൺ. ഞാൻ ഇങ്ങനെയാണ് എന്നെ വിളിക്കുന്നത്. നിങ്ങളെങ്ങനെയാണ് ഈ ഗണ്ണിനെ വിളിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ പുതിയ വന്ന ഗണ്ണാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അനിയനെ പണ്ട് ഇഷ്ടമല്ല. അപ്പോൾ ഒരു എനിമി മിനി ഗണ്ണാന്ന് തോന്നുന്നു, ഏതൊരു ഗണ്ണ് വെച്ച് ട്വിൻ ബ്രിഡ്ജിലോട്ട് ഓടിയാണ്. ഞാൻ അവനെ AK വെച്ച് അടിച്ച് അവനെ എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്, AK വെച്ച് ഞാൻ അവനെ അടിച്ച് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. എങ്ങനെയൊക്കെയോ ഹെഡ് കയറി അടുത്ത ഹെഡെന്ന് കാണിച്ചു. പിന്നെ ഒരു P90 ഇതാണ്ട് എടുക്കുന്നത്. എനിക്ക് P90 ഒന്നും ഇഷ്ടമല്ല, 2 P90. പക്ഷെ ഞാൻ എടുക്കാത്തതുകൊണ്ട് പിന്നെ ആരെങ്കിലും വന്ന് എടുക്കട്ടെ. നമ്മൾ ഭയങ്കര നന്മയുള്ള ലോകമാണ് ഗൈസ്, നന്മയുള്ള ലോകം. അപ്പോൾ ഞാൻ ഇവിടുന്ന് എന്തൊക്കെയോ കാണിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചത് ഞാൻ ട്വിൻ ബ്രിഡ്ജിലോട്ട് പോകാമെന്ന് വെച്ചു. എനിക്ക് എന്തോ ഫുഡ് സ്റ്റെപ്പൊക്കെ കേൾക്കുന്ന ഗൈസ്, അവിടെ എനിമി ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടുത്തെ അവനെ തൂഫാനാക്കി. പിന്നെ ആ കിട്ടിയ ബാഗ് എടുത്ത് ഇപ്പോഴാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്തിനാന്ന് വെച്ചാൽ മറ്റേ ആ പൊട്ടാസ് ഗണ്ണില്ലേ, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതിൻ്റെ MIT പോലത്തെ മറ്റേ ആ ഉണ്ടയില്ലേ, അതിൻ്റെ ഉണ്ട എടുക്കാൻ വേണ്ടി അത് വെച്ചു. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് അതിൻ്റെ ഉണ്ട എടുത്ത് 5-6 മെഡും എടുത്ത് സൂപ്പർ മെഡും എടുത്ത് ഇതോ എടുക്കാൻ കുറച്ച് പാടാണ്. ഒരിടത്ത് വീണാൽ പിന്നെ അതല്ലേ കിട്ടുന്നത്, ആ ഇട്ട സാധനമായിരിക്കും കിട്ടുന്നത്. പിന്നെ ഞാനാണെങ്കിൽ അതും എടുത്ത് പിന്നെ നേരെ ട്വിൻ ബ്രിഡ്ജിൽ കയറിയപ്പോഴാണ് അവൻ്റെ എടുത്ത് കയറി ലൂട്ട് എടുക്കുന്നത്. AK വെച്ച് പിന്നെ നോക്കി അതും പറ്റിയില്ല. 23 ഡാമും കൊടുത്ത് അവൻ ഓടിയും പോയി. പിന്നെ ഞാൻ കുറച്ച് മുന്നോട്ട് പോയിട്ട് ഒരു ബ്ലൂ വിട്ടു. അവനെ അപ്പനും കണ്ടില്ല. ഞാൻ മെഡടിക്കാൻ നോക്കുമ്പോഴാണ് മെഡ് ഫുള്ള്. പിന്നെ ഞാൻ ഒരു ഫ്രീസിംഗ് ബോംബ് വിട്ടു, അത് എവിടേക്കോ പോയി കിടന്നു. അവൻ അതിനകത്തൊന്നും പെട്ടതുമില്ല, ചുമ്മാ കിടന്നു. പിന്നെ ആണെങ്കിൽ അവൻ കവർ എടുത്ത് അടിക്കുന്നു. ആരടാ അവൻ്റെ അവസാനത്തടിയായിരിക്കും ഇന്ന്. അപ്പോൾ അവൻ ഒന്നും കണ്ടില്ല ഗൈസ്. എത്ര ഹെഡൊന്നും കാണുന്നില്ല ഗൈസ്. എൻ്റെ ഫോണ് നല്ല ബഗ് അടിക്കുന്നുണ്ട്, അതൊന്നും കാണത്തില്ല. പിന്നെ ഞാൻ മറ്റേ പൊട്ടാസ് കണ്ണ് വെച്ച് അവന് അടിക്കാൻ തീർന്നു. അപ്പോൾ അവൻ്റെ നിന്ന് ബ്ലൂ വാൾ കിട്ടി, മെഡ് കിട്ടി. എത്ര ആമോടെ കെട്ടി വെച്ചേക്കുന്നേ കയ്യിൽ. അപ്പോഴാണെങ്കിൽ അവൻ്റെ അധികമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരുത്തൻ്റെ ലൂട്ടാണ്. അവൻ അധികമൊന്നും എവിടെ എടുത്തില്ലെന്ന് തോന്നുന്നു. അവൻ ട്വിൻ ബ്രിഡ്ജിൽ കയറിയപ്പോൾ തന്നെ ഞാൻ അവനെ അടിച്ചിട്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ 2 കില്ലായിട്ടുണ്ട് ഗൈസ്, 2 കില്ല്. അപ്പോൾ ഞാൻ ഇവിടെ ചുമ്മാ എന്തൊക്കെയോ ഇരുന്ന് കാണിക്കുന്നു ഗൈസ്. പിന്നെ അപ്പോഴാണ് ഞാൻ കണ്ടത് ലൂട്ട് ആരോ വണ്ടിക്കകത്ത് വരുന്ന സൗണ്ട് ഞാൻ കേട്ടായിരുന്നു ഗൈസ്. ഇപ്പോൾ കേൾക്കും. ആരോ വണ്ടിക്കകത്ത് റഷ് ആവുന്ന സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ അവിടെ പോയി ഇരുന്നത്. പിന്നെ നോക്കുമ്പോൾ ലൂട്ടെടുക്കുന്നവൻ എന്നെ കണ്ടുകൊണ്ട് അവൻ ലൂട്ടെടുക്കുന്ന. ഞാൻ പിന്നെ ഒളിച്ചിരുന്നതാ, എന്നെ പറ്റി അവൻ അറിഞ്ഞൂടാ, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ അവന് AK വെച്ച് കുറച്ച് ഡാമൊക്കെ കൊടുത്ത് പിന്നെ കവറെടുത്ത് പിന്നെ അങ്ങനായി. പിന്നെ അവൻ 23 ഡാം കൊടുത്തിട്ട് അവൻ ചത്തില്ല. പിന്നെ ഹെഡ് കയറാൻ നോക്കിയിട്ട് അതും പറ്റിയില്ല ഗൈസ്. എന്ത് ചെയ്യാനാ, അവനാണ്ട് വണ്ടി എടുത്ത് പോകുന്നു. ഇവൻ എൻ്റെ അടുത്ത് തന്നെ വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഗൈസ്, നോക്കിക്കോ. അപ്പോൾ ആണെങ്കിൽ പിന്നെ ഞാൻ വിചാരിച്ചാൽ പോകുന്നെങ്കിൽ പോട്ടെ, ഞാൻ ഈ വീട്ടിൽ കയറി കുറച്ച് ലൂട്ട് എടുക്കാമെന്ന് വെച്ചിട്ട് ഈ വീട്ടിൽ ഞാൻ നേരത്തെ കയറിയാണ്. എന്തായാലും അവൻ വരുമ്പോൾ എന്നെ ആക്കുമല്ലോ. അതിന് മുമ്പേ കുറച്ച് ബ്ലൂ ഒക്കെ ഇട്ട് കവർ എടുത്ത് നിൽക്കുകയെന്ന് പറഞ്ഞ് കയറിയതാണ് ഗൈസ്. അപ്പോൾ ഞാൻ മേലോട്ട് കയറാൻ പോവുകയാണ്. മേലോട്ട് കയറില്ലേ, കയറാ കയറി ഭാഗ്യം.
ഞാൻ വെച്ച് കയറത്തില്ലെന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ ഒന്നുമില്ല, കയറി. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് M4A1 കിട്ടി. എവിടെ നിന്നാണ് M4A1 കണ്ടില്ലല്ലോ. എവിടെ നിന്ന് ഒരു M4A1 കിട്ടി. ഇപ്പം കിട്ടിയതാന്ന് തോന്നാല്ലേ. ഇപ്പം കിട്ടിയതാണ് ഗൈസ്. AK-47 വെച്ചല്ലേ നമ്മൾ അവനെ അടിച്ചത്. അപ്പോൾ ഇപ്പം കിട്ടിയതായിരിക്കും. ആ കോയിനൊക്കെ എടുത്തൂടെ ഈ പൊട്ടനാ? എന്ത് ചെയ്യാനാ ഈ പൊട്ടനത് ചെയ്യാനോ? കോയിൻ എടുക്കത്തില്ല. അപ്പം ഇപ്പോഴാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് അവിടെ മറ്റേ ഞാൻ ഡാം കൊടുത്താൽ വന്ന് അവിടെ ക്യാമ്പ് ചെയ്യുന്നു, മേളിൽ നിൽക്കുവാണ് ഗൈസ്. ഇപ്പോൾ ഞാൻ ചുമ്മാ നിൽക്കുവാണ് ഗൈസ്. എന്ത് ചെയ്യാനാണ്? 2 എണ്ണം പൊട്ടന്മാരാണ് ഗൈസ്. എന്ത് ചെയ്യാനാണ്? അവൻ ഒരു കാറൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവിടെ ലൂട്ട് എടുക്കുവാൻ തോന്നുന്നു. നമ്മളെ കണ്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ ചെയ്തു? ഞാൻ എളുപ്പം ഓടിച്ചെന്ന് ഈ അപ്പുറത്തെ വീട്ടിൽ കയറി. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് ഞാൻ പറഞ്ഞില്ലയോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇന്നത്തെ ടാർഗറ്റ് നമ്മൾ ജസ്റ്റ് ഒരു മാച്ചായിരുന്നു. പിന്നെ ഒരു ലാസ്റ്റ് ഓണറെ പിടിച്ചിരിക്കുക അല്ലെങ്കിൽ ബുയ അടിക്കുക, നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ 2 ലാൻഡ് മൈം ഒക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ 2 ലാൻഡ് മൈമേ അവൻ വീഴത്തില്ല, ചുമ്മാ ഇട്ടേക്കുവാണ്. അവൻ വരത്തില്ല. അവൻ ഇവിടെ വരാതെ ഇനി അവൻ അപ്പുറത്തെ നമ്മൾ നേരത്തെ ക്യാമ്പ് ചെയ്ത വീട്ടിൽ പോയി അവൻ കിടന്നിരിക്കും. നോക്കിക്കോ ഗൈസ്. എനിക്കൊരു 3 കില്ലെങ്കിലും കിട്ടണമെന്നൊരു ആഗ്രഹമുണ്ട് ഗൈസ്. കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ, നമുക്ക് നോക്കാം. കിട്ടിയാ ഭാഗ്യം, അത്രേ ഉള്ളൂ. എന്തുവാ ഗൈസ്? അപ്പോൾ ഞാൻ ലാൻഡ് മൈമൊക്കെ നോക്കുന്നുണ്ട്. അവൻ എവിടെയാ നോക്കാം. എവിടെയാന്ന് നോക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാ ഗൈസ്? ഭയങ്കര പ്രോ പ്ലെയറായി പോയി, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നോക്കുന്നത്. പിന്നെ ഒന്നുമില്ല. അപ്പോൾ അവൻ അവിടുന്ന് മാറി അവൻ വേറെ അടുത്ത് പോയോന്നൊരു സംശയമുണ്ട്. ഈ സെൻസറൊക്കെ വെച്ചിട്ടുണ്ട്. ആ സെൻസർ അതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തോ ഒരു റെഡ് സാധനം നമ്മുടെ മാപ്പിൽ കൂടെ ഇരുന്ന് കറങ്ങിയായിരുന്നു. പിന്നെ ഞാനൊന്ന് ഇരുന്ന് നോക്കിയപ്പോൾ അതുകൊണ്ട് അവൻ അപ്പുറത്തെ വീട്ടിലില്ലേ എന്നൊരു സംശയം. പിന്നെ ഞാൻ ഉണ്ട് അവൻ അപ്പുറത്തെ വീട്ടിലുണ്ട്. അതുകൊണ്ട് ചുമ്മാ ഒരു ബോംബിട്ട് അവനെ പേടിപ്പിക്കാമെന്ന് വെച്ചിട്ട് ചുമ്മാ ഒരു ബോംബിട്ട്. ഞാൻ അത്രയ്ക്ക് ബോംബിൽ എക്സ്പേർട്ടൊന്നും അല്ലാത്തതുകൊണ്ട് വല്ലയിടത്തും ഇടും. അതാണ് എൻ്റെ സ്വഭാവം. അപ്പോൾ അവൻ വെച്ച് അവൻ നല്ല അത്യാവശ്യം കുറച്ച് ഡാമൊക്കെ കൊടുത്ത് എൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ആ മിനി ഗണ്ണ് വെച്ചോണ്ടിരിക്കുന്നത്. ഇവൻ ആരാടാ പൊട്ടൻ? എന്നെ തന്നെയാണ് ഞാൻ പൊട്ടെന്ന് വിളിക്കുന്നത്. എന്ത് ചെയ്യാനാ ഗൈസ്? അപ്പോഴാണ് ഞാൻ M4A1 വെച്ച് കാത്തിരിക്കുവാണ്. അവൻ അവൻ ഇറങ്ങി അവൻ്റെ തലയടിക്കും എന്ന് വെച്ചിട്ട് ഇങ്ങനെ പറയത്തേ ഉള്ളൂ, അടിക്കത്തൊന്നുമില്ല ഗൈസ്. എന്ത് ചെയ്യാനാ? ന്യൂബായി പോയില്ലേ. അപ്പോൾ ഗൈസ് അവൻ വരും എന്ന് കാത്തിരിക്കുവാണ്. നിങ്ങളിത് കാണുക, ലാസ്റ്റ് സോൺ എത്തിയിരിക്കുവാണ്. നമ്മൾ ലാസ്റ്റ് സോണിൻ്റെവിടാണ്. എന്തെന്നറിഞ്ഞൂടെ ശ്വാസം മുട്ടുന്നു ഗൈസ്. ഞാനൊക്കെ കമൻട്രി പറഞ്ഞ് എനിക്ക് വയ്യാതാവുമെന്നാണ് തോന്നുന്നത് ഗൈസ്. നമുക്ക് നോക്കാം. എനിമി എന്ത് ചെയ്യാം? അവനൊന്ന് ഇറങ്ങിയല്ലേ അടിക്കാൻ പറ്റൂ. വാടറക്കാ, ചുമ്മാ നോക്കിയേക്കാതെ ഇറങ്ങി വാ, അടിക്കട്ടെ. ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ 2 or die നോക്കാം, വാ. പക്ഷേ എന്താ കഴിച്ച അവൻ വന്നില്ല. ചെറുതായിട്ട് അവൻ വന്നായിരുന്നു, ചെറുതായിട്ട് ഇറങ്ങിയായിരുന്നു. പക്ഷേ അവനെ അടിക്കാൻ പറ്റിയില്ല. എന്ത് ചെയ്യാൻ? അതുകൊണ്ട് ഒന്നുമില്ല ഗൈസ്. എൻ്റെ അനിയൻ സീനാക്കിയതാണ്. അവന് കുറച്ച് കുഴപ്പം കൂടുതലാണ് ഗൈസ്. ഗൈസ് അനിയൻ സീനാക്കിയതാണ്, നിങ്ങളാരും പേടിക്കണ്ട. അപ്പോൾ ഗൈസ് ഞാൻ അവൻ്റെ മേളിൽ കയറാൻ പോകുന്നു. ഞാൻ 3 കിലോ എടുക്കും. നമുക്ക് നോക്കാം. അവൻ താഴെ വരുന്നു. ഞാൻ അവന് ഡാം കൊടുക്കുന്നു. 100 ഡാം കൊടുക്കുന്നു. പിന്നെ അടിക്കുന്നു. ഞാൻ ഗൈസ് അങ്ങനെ ദിവസങ്ങളിലല്ലോ മണിക്കൂറുകൾക്ക് ശേഷം 3ാമത്തെ കില്ല് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കളി ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. എൻ്റെ കളി ഇഷ്ടമാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സോണിലാണ് നിൽക്കുന്നത്. ലാസ്റ്റ് സോണിൻ്റെ ഔട്ട് ഓഫ് സോണാണ്. ഇൻ സോൺ ഔട്ട് ഓഫ് സോൺ തെറ്റിപ്പോയി. നമ്മളിപ്പോൾ ഔട്ട് ഓഫ് സോണാണ്. നമ്മൾ സോണിൻ്റെ അകത്ത് സോണിൻ്റെ അകത്ത് കയറാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോഴാണ് ഒരു എനിമീനെ നമ്മൾ സ്പോട്ട് ചെയ്തത്. അപ്പോൾ ആ എനിമീനെ അടിക്കാൻ 4 കില്ലൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് കയറിയപ്പോഴത്തേക്ക് അവന് ഒരു 97 ഡാമും കൊടുത്ത് അവനെ അവൻ ബ്ലൂ ഇട്ട്. ഞാൻ ഐറസ് ഇട്ടൊക്കെ നോക്കി, പക്ഷെ എൻ്റെ ഗ്ലൂവിലാണ് ഐറസ് വേണ്ടത്. ഞാൻ പൊട്ടനായിപ്പോൾ എന്ത് ചെയ്യാനാ? അപ്പോൾ അവനോട് താഴെ വന്നിരിക്കുന്നത്. അവന് ഡാമൊക്കെ കൊടുത്തു ഗൈസ്. 120 ഡാമൊക്കെ കൊടുത്തു. അവനൊന്നും കൂടെ ഡാം കൊടുത്തു, വീണില്ല. അവൻ മറ്റേ അങ്ങനെ നമ്മൾ ഈ കളി തോറ്റിരിക്കുകയാണ് ഗൈസ്. ലാസ്റ്റ് സോൺ വരെ പിടിച്ച് നിന്നിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.